മഹേഷ് പണിക്കർ, ആദ്യം മുതൽ തന്നെ തന്ത്രിയുടെ ഇടപെടലുകൾ, തന്ത്രിയെ സംശയിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അങ്ങ് നടത്തിയിട്ടുള്ളതാണ്. ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടും അങ്ങ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പഴയ കൊടിമരം ഏത് സമയത്ത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച പ്രിയാർ ഗോപാലകൃഷ്ണ കാലത്താണ് പഴയ കൊടിമരം മാറ്റി പുതിയത് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള വിവരമുണ്ട്. പഴയ കൊടിമരം തടികൊണ്ട് നിർമ്മിച്ചതാണ് തെറ്റിദ്ധരിപ്പിച്ച് അതിന്റെ അടിഭാഗം ദ്രവിച്ച് ചിതലരിച്ച് ക്രിമികീടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ ഭഗവാന് അനിഷ്ടമുണ്ടെന്നും എത്രയും വേഗം മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ ബോർഡിനും ഭക്തജനങ്ങൾക്കും ആപത്തുണ്ടാകുമെന്ന് ദേവപ്രശ്നത്തിന് വന്ന ആളിനെ കൊണ്ട് സ്വാധീനിച്ചു പറയിപ്പിച്ചു എന്നുള്ള ചില വിവരങ്ങളുണ്ട്. അങ്ങയുടെ ബോധ്യവും അതാണോ? ദേവപ്രശ്നം എന്ന് പറയുന്നത് അത്രത്തോളം വിശ്വാസത്തോടുകൂടി നടത്തുന്നതും ദേവപ്രശ്നത്തിൽ പറയുന്ന രൂപത്തിൽ അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ദേവപ്രശ്നം എന്ന് പറയുന്നത് തന്നെ ആളെ പറ്റിക്കാൻ നടത്തിയതാണെന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ മഹേഷ് പണിക്കർ? അതെ, തീർച്ചയായിട്ടും ആ ദേവപ്രശ്നം ഒരു തട്ടിക്കൂട്ട് ദേവപ്രശ്നമായിരുന്നു. അതായത് ഈ ഒരു വിഷയം സംസാരിക്കാനും ഈ ഒരു തീരുമാനം എടുക്കാനും വേണ്ടി മാത്രമാണ് പ്രധാനമായിട്ടും ആ ദേവപ്രശ്നം നടന്നത്. കാര്യം അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഉറുമ്പരിച്ചു എന്ന് പറയുന്ന ഇതിൻ്റെ ഈ പ്രോസസ്സ് തുടങ്ങുന്നത് ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ, അത് ഏത് നിർമ്മാണ പ്രവർത്തനമാണല്ലോ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങുന്ന തന്ത്രിയിൽ നിന്നാണ്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് നമുക്ക് പൂജിക്കാൻ പറ്റില്ല, ഇതിനകത്തൊരു ഗുരുതരമായ അപകടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ്. അപ്പം അങ്ങനെ ഒരു ഫയൽ വന്നിട്ട് പിന്നെ അതിൻ്റെ ഫർദർ എന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ദേവൻ്റെ ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിസ്സാര കാര്യങ്ങളൊക്കെ തന്ത്രി തന്നെ അനുവാദി കൊടുക്കും. അല്ലാത്തതൊക്കെ ദേവപ്രശ്നം, ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ട് കുറേ ദൈവജ്ഞർ വന്നിട്ട് ആരോപിച്ചിട്ട് പല അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ വന്നിട്ടാണ് അതിൻ്റെ ഒരു പ്രസ്താവം, അതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നും പറഞ്ഞെടുത്തുന്നത്. അപ്പം അങ്ങനെ എത്തിയ ഒരു ദേവപ്രശ്നത്തിലാണ് ഇങ്ങനെ ഈ കൊടിമരം ഉറുമ്പരിച്ചു, ഇതിപ്പം വീഴാൻ പോവും അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ അത് വെറും പക്ക കള്ളമാണ്. പ്രക്കാളം ഫാസി സാറ് ചെയ്തിരിക്കുന്ന ഏകദേശം 10 കിലോളം സ്വർണം ക്ലാഡ് ചെയ്തിരിക്കുന്ന അതിന് പുരാതന കാലത്തുള്ള വാജിവാഹനം അവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വാജിവാഹനം അതിന് മുമ്പത്തെ അപ്പം ഉണ്ടാക്കിയതല്ല, അതിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പം അതിലെ വാജിവാഹനം അത് തന്നെ പൂശി വെച്ചിരിക്കുന്ന ഒരു വാജിവാഹനം അഷ്ടദിക്കുമുള്ള കാര്യം ചെമ്പിലുണ്ടായിരുന്നത് അവർ പൂശുക മാത്രമാണ് ചെയ്തത്, അകം കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ചെയ്ത ഒരു സംഭവം ഇങ്ങനത്തെ ഒരു തെറ്റായ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് അത് ഈ വാജിവാഹനം അടിച്ചു മാറ്റാൻ ഇതിൻ്റെ സ്പോൺസറാണ് ആദ്യം വരുന്നത്. സ്പോൺസർ വന്നതിന് ശേഷമാണ് ഈ കൊടിമരം പൊളിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ അപകടകരമായ ഗുരുതരമായ പ്രശ്നം. അതായത് ഈ ഫീനിക്സ് ഗ്രൂപ്പ് എത്തുന്നു, അവർക്കപ്പം ഈ സ്വർണം കൊടിമരമോ അല്ലെ ഇതിൻ്റെ വാജിവാഹനമോ അല്ലെ ഇതിൻ്റെ എന്താ പറയുക അഷ്ടദിക്പാലകരോ ഒക്കെ അവർക്ക് ആവശ്യമുണ്ടാകാം. അതിനുവേണ്ടി വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് നമ്മൾ തന്ത്രസംശയത്തിലോ മറ്റ് ഗ്രന്ഥങ്ങളിലോ പറയുന്ന പോലെ അല്ല ഈ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ SIT അവിടെ അന്വേഷണം നടത്തിയിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഈ ഒരേ ഒരു വാജിവാഹനം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. കാര്യം പരശുരാമന്റെ കാലത്ത് ത്രേതായുഗത്തിൽ ഇവരെ കൊണ്ടെത്തിച്ചിട്ടെന്നാണ് തന്ത്രി കുടുംബമൊക്കെ ആരോപിക്കുന്നത്. അതായത് രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ മുമ്പാണ് പരശുരാമനുള്ളത്. ആ പരശുരാമന്റെ കാലത്ത് ഈ ദൈവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, ശ്രീരാമനും ശ്രീകൃഷ്ണനും വരുന്നതിന് മുമ്പ് തന്ത്രി കുടുംബത്തെ ശബരിമലയിൽ അവരോധിച്ചെന്ന് ആരോപിക്കുന്ന ഈ തന്ത്രി കുടുംബത്തിന്റെ മറ്റ് രാഹുൽ ഈശ്വരൊക്കെ പറഞ്ഞൊരു കേസ് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്ന ഇവർ എത്രയോ ലക്ഷം വിഗ്രഹങ്ങൾ മാറ്റിയിട്ടുണ്ടാവും. എത്രയോ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രമുണ്ട്, എത്രയോ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ. ഇപ്പം നമ്മുടെ ദേവസ്വം ബോർഡിന്റെ തന്നെ എൻ്റെ കണക്കിലേശം ഒരു 100-150 വിഗ്രഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റിയതൊക്കെ ഇവരുടെ ഉണ്ട്. ഈ പറഞ്ഞ SIT എന്ന് അന്വേഷിക്കുമ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം അവിടെ കാണണ്ടേ? അവിടെ എന്തുകൊണ്ട് പ്രശ്നം വന്നപ്പോൾ ആദ്യം അന്നത്തെ മേൽശാന്തി ഇതിനെ എതിർത്തിരുന്നു എന്ന് കേൾക്കുന്നുണ്ട്, ഈ കൊടിമരം അവിടെ നിന്ന് മാറ്റുന്നതിനെ. ഈ കൊടിമരം യഥാർത്ഥത്തിൽ കോൺക്രീറ്റ് ആണോ അതോ മരമായിരുന്നു? കോൺക്രീറ്റ് ആയിരുന്നു. നേരത്തെ ഉള്ളത് കോൺക്രീറ്റ് ആയിരുന്നു, വളരെ വ്യക്തമാണ്. അത് പ്രാക്കുളം ഫാസി സാർ ചെയ്ത് അത് ദേവസ്വം ബോർഡിന്റെ എല്ലാ റെക്കോർഡ്സിലും അത് ദേവസ്വം ബോർഡിന് ഇതിനകത്ത് ഉള്ളതല്ലേ, ദേവസ്വം ബോർഡ് തന്നെ പണം മുടക്കി ചെയ്തതല്ലേ. അപ്പം അതിനകത്ത് സ്പോൺസർ അല്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവർക്കെല്ലാം അറിയാമെന്ന്, മറ്റാർക്കും അറിയത്തില്ലെങ്കിൽ തന്ത്രിക്കും അല്ലെങ്കിൽ ബാക്കി ഇതിന്റെ അഡ്മിനിസ്ട്രേഷനിൽ പെട്ടുന്ന ആൾക്കാർക്കും അറിയാമല്ലോ. ഇത് തന്നെയല്ലാത്ത വേറൊരു ഗുരുതരമായ റെക്കോർഡിക്കലുള്ള 2012 ഈ തന്ത്രിക്ക് ഇതിന് അവകാശം ഇല്ലെന്നും പറഞ്ഞ് തന്ത്രസമാജവും ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും രാജഗോപാൽ സാർ ഇതായിരിക്കുമ്പോഴത്തേക്കുള്ള റെക്കോർഡിക്കൽ മിനിറ്റ്സ് ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ഉണ്ട്. അപ്പം ഇവർക്ക് അങ്ങനെ ഒരു മിനിറ്റ്സ് മാറ്റി ഇങ്ങനെ ഒരു സാധനം കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും ദേവസ്വം ബോർഡിൽ ഒരു കമ്മിറ്റി തീരുമാനം കൂടി ഇന്ന പോലെ പഴയ ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനത്തെ ലംഘിച്ച് ഞങ്ങൾ ആ പഴയ ആചാരപ്രകാരം ഇത് കൊടുക്കുന്നു എന്നും പറഞ്ഞൊരു രേഖ ഉണ്ടാക്കണം. അങ്ങനെയില്ല. ഇതിപ്പോൾ മരിച്ചുപോയ ഒരാളുടെ പേരിൽ നമ്മുടെ പ്രയാർ ഗോപാലൻ സാർ ഇപ്പോൾ ജീവിച്ചിരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് പറയില്ലല്ലോ. പക്ഷെ അന്നേരം അവിടുത്തെ ഹൈക്കോടതിയുടെ ഈ കുറിപ്പെന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. ഈ കുറിപ്പ് ഇതിനകത്തെല്ലാം ഭാഗഭാക്കാണ്. കൊടിമരം ചെയ്ത പേരാണ് ഇപ്പോൾ റിജിൽ മാക്കുറ്റിയും പറഞ്ഞത്. അന്നത്തെ അദ്ദേഹം എന്താണ് അഡ്വൈസർ അല്ലേ? കുറിപ്പ് അവിടെ അഡ്വൈസർ അല്ലേ? അഡ്വക്കേറ്റ് കമ്മീഷനാണ്. ഓക്കെ കോടതി നിയോഗിച്ച അതെ അഭിഭാഷക അഭിഭാഷക കമ്മീഷനാണ് അദ്ദേഹം. ASP കുറിപ്പ് അങ്ങനെ ഒരാൾ. അപ്പം കുറിപ്പും തന്ത്രിയും കൂടിയുള്ള ആലോചന എന്നാണോ അങ്ങയുടെ മനസ്സിലാക്കൽ?
അതെ 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 ഇതിന് മരാമത്ത് ടെൻഡറിങ് പോലും ഇല്ലെന്ന്. ഈ നിർമ്മാണത്തിന് ടെൻഡർ ഇല്ല. ഈ നിർമ്മാണം ഇവർ സ്വയമേ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഒരു പണിക്കാരനെ കൊണ്ടുവന്നിട്ട് അങ്ങ് പണിക്കാരനെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. ഇത്രയും വലിയൊരു നിർമ്മാണം കൊടിമര ദേവസ്വം ബോർഡിന് അതിന്റെ വ്യവസ്ഥാപിതമായ ഒരു നിർമ്മാണ രീതിയുണ്ട്. മരാമത്തുണ്ട്, ടെൻഡർ ചെയ്യണം. ഇപ്പോൾ സ്പോൺസർ ആണെങ്കിൽ പോലും ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്തിട്ട് വേണം അതിനൊരു ബിഡ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. അതിന്റെ ഒരു യഥാർത്ഥ രീതിയിൽ പോകാൻ അങ്ങനെയൊന്നുമില്ല. കുറിപ്പ് നിശ്ചയിക്കുകയാണ്, തന്ത്രി നിശ്ചയിക്കുകയാണ്, ഇന്നാര് പണിതാൽ മതി. അങ്ങനെയാണ് പണികൾ പോയിരിക്കുന്നത്. അതിനകത്താണ് ഈ പ്രശ്നം. അതിനകത്താണ് ഈ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും നടന്നിരിക്കുന്നത്. കാര്യം ഈ 2012 ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് ആ മിനിറ്റ്സ് ഉള്ളപ്പോൾ ഇവർക്ക് എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും? മറ്റൊരു മിനിറ്റ്സ് അതിനെ എതിർത്തൊരു രേഖ ഉണ്ടാക്കാതെ അവരെടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ തന്ത്രസംശയത്തിന്റെ കാര്യമൊക്കെ ഈ പറഞ്ഞ ബാക്കി ഒരുപാട് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഏകദേശം ഒരു 10 വർഷത്തിനിടയ്ക്ക് 100ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, കാണുന്നില്ല. അപ്പം ദുരൂഹമാണ് ഈ ഇടപാട്. ദേവസ്വം ബോർഡിന് ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡിന് റോളില്ല. ഇപ്പോൾ ദേവപ്രശ്നം കാണുന്നു എന്ന് പറയുന്നു, അഭിഭാഷക കമ്മീഷൻ പറയുന്നു, തന്ത്രിയും പറയുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് റോളില്ലാതെ നിൽക്കുകയായിരുന്നോ? ഇല്ല, ദേവസ്വം ബോർഡിനെ ഇതിനകത്ത് ഭാഗഭാക്കാക്കുന്നുണ്ട് അവര്. കാര്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നവഗ്രഹ ക്ഷേത്രത്തിന് എന്റെ കൺമുമ്പിൽ ഞാനിപ്പോ ചെയ്ത ദേവസ്വം ബോർഡിന്റെ കരാറായിട്ട് ചെയ്ത നവഗ്രഹ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ കരാർ അല്ലാതെ ഇവർ പാരലായിട്ട് ഏകദേശം 5 കോടി രൂപയോളം പിരിച്ചിട്ട് ഈ പറഞ്ഞ കുറിപ്പ് ഉൾപ്പെടെ ഇപ്പോഴും കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം അവിടെ ഉണ്ട്. 2025 വരെ ഉണ്ട്. ജൂലൈയിൽ അതിന്റെ പ്രതിഷ്ഠ നടക്കുന്നത്. ആ സമയത്തും അവർ പാരലായിട്ട് അതിന് കല്ലിടലും പാരലായിട്ട് അതിന്റെ പണം പിരിക്കലും പാരലായിട്ട് അത് നടക്കാനും ഇത് നടക്കാതിരിക്കാൻ ദേവസ്വം ബോർഡിന്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ അത് നടക്കാതിരിക്കാനും മാക്സിമം ശ്രമം നടത്തിയതാണ്. പ്രശാന്ത് വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ റൂമും ഒക്കെ മാറ്റി അദ്ദേഹത്തെ പുറത്താക്കിയത്. അത് അന്വേഷണ വിധേയമാകണം. അത് വളരെ തീർച്ചയായിട്ടും ഗുരുതരമായ രീതിയിലുള്ള കൊള്ളയാണ് അവരവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാനൊക്കെ പ്രതികരിക്കുന്നത്. എനിക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.